ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദിനാസ് എൻക്ലേവ്. ഇന്ന് ഉമ്മൽക്കോയിലുള്ളൊരു സൂവിലേക്ക് ഞങ്ങൾ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ആയി. അമ്മ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, അമ്മ ഓൾറെഡി നാട്ടിൽ പോയി. അമ്മ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു സൺഡേ പോയതിൻ്റെ വീഡിയോസാണ്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ആക്ച്വലി അത് എഡിറ്റ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ, അമ്മ, കിച്ചു, ശ്രീകുട്ടി, പിന്നെ ഏട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി ഒരു സൺഡേ പോയ ട്രിപ്പാണ്. കിച്ചുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിച്ചുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൂവിൽ പോകണമെന്ന് പറഞ്ഞപ്പം മുതൽ ഇങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാം ഇത് കാണാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ശ്രീകുട്ടി എൻ്റെ പാപ്പൻ്റെ മോളാണ്. അവളോട് ജോബ് നോക്കി വന്നിട്ടുള്ളതാണ്, വിസിറ്റിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് പേര് ചോദിച്ചിരുന്നു, അതാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഉമ്മൽക്കോയിലേക്ക്, ഞങ്ങൾ ഷാർജയിലാണ് നിൽക്കുന്നത്. ഉമ്മൽക്കോയിലേക്കാണ് നമ്മൾ പോകുന്നത്, ഉമ്മൽക്കോയിലുള്ളൊരു സൂവിലേക്ക്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഓൾമോസ്റ്റ് 45 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്, 44-45 കിലോമീറ്റർ. ദെൻ ഒരു 30-35 മിനിറ്റ് ടൈം എടുത്തിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഈവനിങ് ആണ് ഞങ്ങൾ പോയത്. ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരു 3 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. 3:45 ആ ഒരു സമയത്തോടുകൂടി ഞങ്ങളവിടെ എത്തുകയും ചെയ്തു. 3:45 മുമ്പായിട്ട് ഞങ്ങളവിടെ എത്തുകയും ചെയ്തു. ആ ഒരു ടൈം കറക്റ്റ് ടൈമാണ്. കാരണം വെച്ചാൽ വെയിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടില്ലാത്ത ഒരു ടൈമായിരുന്നു. പിന്നെ ഇവിടെ ആ സമയത്ത് ചൂടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളതൊരു 2-3 വീക്സ്, 3 എല്ലാവരും ഐ തിങ്ക് ഒരു 4 വീക്സ് മുമ്പ് പോയതാണത്. അപ്പോൾ ആ സമയത്ത് നല്ല ക്ലൈമറ്റായിരുന്നു. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും 2 സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുക, ഒരു മരുഭൂമിയുടെ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ പോകുമ്പോൾ 2 സൈഡും കാണുന്നത്. പിന്നെ കുറേ ഈന്തപ്പനകളുടെ കൃഷിയും അങ്ങനെ കുറേയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്ത്, ഒരു 35-40 മിനിറ്റ്സൊക്കെ ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ 2 ഫ്ലെമിംഗോ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു കച്ച പോലെയാണ് സംഭവം, പക്ഷേ നല്ല സ്പേസ് ഉണ്ടായിരുന്നു കാർ പാർക്കിങ്ങിന്. ഫ്രണ്ടിൽ തന്നെ കുറേ സ്ഥലം കിടക്കുന്നുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സൂ. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്, ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. അവിടെ കറക്റ്റ് ചാർട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഫീസ് ടിക്കറ്റിൻ്റെ. അഡൾട്ട്സിന് 25 ആണ്, ചിൽഡ്രൻസിന് 25 ആണ്. ഇൻഫാൻസ് പറഞ്ഞാൽ 1 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഇല്ലാത്തത്. അപ്പോൾ കുട്ടികൾക്ക് ചാർജ് ഉണ്ട്. ഇപ്പോൾ കിച്ചുവിന് ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാണ്ട് നമുക്ക് അനിമൽസ് ഫീഡ്, കുറച്ച് ഗ്രാസും സംഭവങ്ങളൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ 5 AED എക്സ്ട്രാ കൊടുക്കണം. ഹോഴ്സ് റൈഡ് ചെയ്യണമെങ്കിൽ 10 AED. അങ്ങനെ എല്ലാ ടൈഗറിൻ്റെ കൂടെ പിക്ചർ എടുക്കാൻ 200 AED ആണ്. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, 200 ദീർഘം കൊടുത്തിട്ട് നമ്മൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ബാക്കി നമ്മളെല്ലാതും ഓൾമോസ്റ്റ് ഓരോന്നോരോന്നായി ടിക്കറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഐ ലവ് ദി സൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമാണ്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. റൈറ്റ് സൈഡിൽ കയറി ചേരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതിൻ്റെ ഭാഗത്ത് കരടിയാണ്. ആ സൈഡ് മൊത്തം കരടിയാണ്. ഓൾമോസ്റ്റ് ഒരു 6-7 കരടികളുണ്ട്. അതിൽ ഏറ്റവും വലുതുകളാണ് ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗത്തുള്ള ഇതിലുള്ളത്, കേജിലുള്ളത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു അറബിക്ക് വന്നിട്ട് കുറേ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കവറുകളാക്കി കൊണ്ടുവന്നത്. ഈ കരടിക്കും പുലിക്കും സിംഹത്തിനും അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നടന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആവശ്യത്തിന് 2-3-4 പീസ് വെച്ചിട്ട് ഇങ്ങനെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് നല്ല രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതിങ്ങനെ ഓടി വന്നിട്ട് ഞങ്ങളിങ്ങനെ വാങ്ങി കഴിക്കുന്നതൊക്കെ.
ആടുമ്പാ കിച്ചൻ ആടുമ്പാ. ഷീപ്പ് ഷീപ്പ് വെച്ചാ ഷീപ്പ്. ഇതാണ് ഷീപ്പ്. കൊടുക്ക് വണ്ടിയിൽ കൊടുക്ക്. അടുത്ത് ചെന്ന് നിൽക്കൂ ചേച്ചാ. കൊടുത്തോ. ഇവിടെ എന്താടി? ഇവിടെ ആരാ? ഇത് വേറെയാണല്ലോ. അമ്പോ കിച്ചുടൻ എല്ലാത്തിനും ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ ആയിരുന്നെങ്കിലും ഒരു വലിവുണ്ടായിരുന്നു. പേടി കാരണം. ഭയങ്കര ധൈര്യശാലിയാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ധൈര്യം തീരില്ല. അപ്പം കരടിക്കാണെങ്കിലും കുരങ്ങനാണെങ്കിലും ഒക്കെ അവന് ഫീഡ് ചെയ്യണമെന്ന് ഭയങ്കര ഇതായിരുന്നു. എല്ലാത്തിനും അവൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം നീറ്റായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്ന ആ ഒരു സൂ കേട്ടോ. നല്ല ക്ലീനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലീനാണ്, നല്ല നീറ്റായിട്ടാണ്. കരടിയുടെ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തും പോയിട്ടുള്ളപ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിൽ ചെന്ന സമയത്ത് അത്രയ്ക്ക് നീറ്റായിട്ടിട്ടുണ്ടായിരുന്നു. കരടിയുടെ അടുത്ത് ചെറിയൊരു സ്മെല്ലുണ്ടാവും, ബട്ട് എന്നാലും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ല ആംബിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാനും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ഥലമാണ്. ഒരു ഔട്ടിങ്ങിന് പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ച് നേരമായില്ലോ. ഒരനക്കില്ലല്ലോ. ആ കൊടുക്ക്. നോക്ക് കോഴി. ഈ ആട്, പിന്നെ നല്ല ഭംഗിയുള്ള തരം കോഴി, പിന്നെ ഭയങ്കര കുഞ്ഞായിട്ടുള്ള തരം കുരങ്ങന്മാർ, പിന്നെ പട്ടികൾ, ഒരു പ്രത്യേകതരം പട്ടികൾ, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ കയറുന്നതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കുഞ്ഞു സംഭവങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. കുട്ടികൾക്ക് കുറച്ചും കൂടി മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വന്യമൃഗങ്ങൾ അല്ലാത്ത സംഭവങ്ങൾ ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അത് ഇവിടുന്ന് ഞാൻ കുറേ നേരം നിന്നു. എന്ത് രസമല്ലേ ഇത്, ഈ ഒരു പട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. ഹൈബീരിയൻ ഹസ്കി എന്നാണ് ഇതിന് പേര് പറഞ്ഞത്. ഇതിന് വിളിപ്പേരുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ അതിന് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയാം കാണുന്നത്. ആ ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിടാം. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്ട് ഇങ്ങനെ ഇതിൽ കൂടെ ചെയ്യുന്നുണ്ട്.
അടിയാവും തോന്നുന്നുണ്ട്. റൈറ്റ് സൈഡിൽ അച്ഛാ റൈറ്റ് സൈഡില് ഒരു സാധനം ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്നൊരു കേജ് ഉണ്ട്. ആ കേജ് തന്നെയാണ് സിംഹത്തിൻ്റെ ഒരു ഇത് വരുന്നത്. ഭയങ്കര രസമായിട്ട് അത് കാണാൻ. അവറ്റങ്ങൾ ആ സമയത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഞങ്ങൾ വന്ന സമയത്ത് അവറ്റങ്ങൾ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ കരടീനെയും പുലീനെയും ജിറാഫിൻ്റെയൊക്കെ അടുത്തേക്കാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് അവർ പോയിട്ട് കിടന്നു. പിന്നെ നിറച്ച ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ. അപ്പോൾ ആ ഒരു കൂട്ടം ഒഴിവാക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി വരുമ്പോഴേക്കും ജിറാഫിനൊക്കെ കുറേ നേരം എന്താ പറയുക, അതിന് ഗ്രാസൊക്കെ കൊടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ജിറാഫിൻ്റെ അടുത്ത് തന്നെ കുറേ മാനുകളും ഒക്കെ ഉണ്ടായിരുന്നു. കിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവൻ ആ ഒരു സൂവിൽ പോയി വന്നതിന് ശേഷം ഓൾമോസ്റ്റ് കുറേ അനിമൽസിനെ കാണാണ്ട് പറഞ്ഞു തുടങ്ങി. നമ്മളിങ്ങനെ അനിമൽസിൻ്റെ ഇത് വെച്ച് അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാണ്ട് അതിന് പേര് പറയും. അപ്പോൾ കുട്ടികൾക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് ഭയങ്കരമാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കിച്ചുവിനാണ്. കിച്ചു കൊടുത്താ ജിറാഫിന് കൊടുത്താ? സിംഗം നോക്കവാ, സിംഗം നോക്കവാ. മാൻ കിച്ച മാൻ കണ്ട മാൻ. മാനാണ് ഇവനൊന്ന് കണ്ടിട്ട് പോവാ. രണ്ടാള് പുറത്തിറങ്ങിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് കേജിൻ്റെ എന്തെങ്കിലും ചെടികളൊക്കെ കണ്ടു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല പക്ഷികളുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വലിയൊരു സംഭവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ നല്ല ഭംഗിയുള്ള പക്ഷികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് പെട്ടെന്നാണ് നമ്മൾ ജിറാഫിനെ പുല്ല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളതിനെ കാണാൻ വേണ്ടി വന്നിട്ടാണ് എനിക്ക് അതിൻ്റെ തലയിലെ ഒരു പൂട കണ്ടു. ഒരു ഭയങ്കര പ്രത്യേകതരം ഒരു പക്ഷി. അതിൻ്റെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പേരൊക്കെ അറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
കുട്ടികളല്ലേ? സിംഹക്കുട്ടികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. മോനെ ഇതാണ് സിംഹക്കുട്ടികൾ. എന്ത് രസമാണെന്നറിയോ, ഒരു 5-6 തോന്നുന്നു, 6 അതിനും കൂടുതലുണ്ടാവുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടില്ല, പക്ഷെ കുറേ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു അറിയോ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇവളാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. ഭയങ്കര കൂളായിട്ടുള്ളൊരു കമ്പനി ആയിട്ടുള്ളൊരു യക്ഷി. ഏറ്റവും കൂടുതൽ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. അതിനെന്തെങ്കിലും ജ്യൂസ് വാങ്ങി കൊടുക്കായിരുന്നു. അങ്ങോട്ടൊക്കെ പറഞ്ഞു പാവാണ്. കണ്ടു പോക്കോ, എല്ലാ പിള്ളേരും നോക്കി കളിക്കാൻ. ആദ്യം ഒരു പേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് അവിടെ അടുത്ത് വന്നിരുന്നിട്ട് അതിന് വേഫേഴ്സൊക്കെ കൊടുത്ത് പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് കിച്ചുൻ്റെ ആ ഒരു പേടിയൊക്കെ പോയി. പിന്നെ കിച്ചു അതിൻ്റെ കൂടെ കൂടാൻ തുടങ്ങി. ഒരു കളി പോലെ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് നല്ലതായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ കയറി കൂടെ. ഇതൊന്നൊരു സാധനം മലയാളത്തിൽ അറിയില്ലേ. Take it on my head. Happy are look. Just open here. Okay. Put on my head. Come. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വന്യമൃഗങ്ങളാണ് കേട്ടോ. ഐ മീൻ പുലി, കരിമ്പുലി, പിന്നെ പുള്ളിപ്പുലി, ചീറ്റപ്പുലി അങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ ഒക്കെയും നല്ല അത്യാവശ്യം ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുന്ന മൃഗങ്ങളാണ്. അതാണ് എടുത്തു പറയേണ്ടത്. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാണുന്നതൊക്കെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ചിലതൊക്കെ റെസ്റ്റ് എടുക്കണമെന്നല്ലാതെ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല അനിമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നതൊക്കെ. കാണുമ്പോൾ ഒരു പ്രൗഡി തോന്നുന്നതെന്ന് പറയില്ലേ, അതുമാതിരിയുള്ളത് തന്നെയായിരുന്നു എല്ലാതും. ഈ കിടക്കണ ഗഡിക്കാണ് നമ്മൾ 200 ദിർഹം കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്തിന്? നമ്മൾ അടുത്തിരുന്ന് തലോടി ഫോട്ടോ ഒക്കെ എടുക്കാൻ. തൽക്കാലം ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ആൾ റെസ്റ്റ് എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാശൊന്നും കൊടുക്കാണ്ട് ഞങ്ങൾ സെൽഫി എടുത്തു.
അത് അടുത്ത് പോയി നിന്നിട്ടല്ല, അതിൻ്റെ പുറത്ത് നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഴയ പോലെ വേറെ കുറച്ച് പുലിനെയും അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടി പോയി. കുറേ ഉണ്ട് കേട്ടോ, ഓരോന്നും വ്യത്യാസമുണ്ട്, എല്ലാത്തും വ്യത്യാസമുള്ള ഐറ്റംസാണ്. സിംഹവും പുലിയൊക്കെ വ്യത്യാസമുള്ളതാണ്. പക്ഷേ കുറേ പെയറുകൾ ഇങ്ങനെ കുറേ കേജസ് ആയിട്ടുണ്ട്. വെള്ള ഈ കാണുന്ന വെള്ള കളറിലുള്ള നല്ല നീളത്തിൽ കൊമ്പുള്ള ഇനിമൽ, എൻ്റെ പേര് ഓറിക്സ് എന്നാണ്. ഇതാണ് UAEയുടെ നാഷണൽ അനിമൽ. കിച്ചണെടുത്ത് കൊടുക്കേ. അതിനല്ലേ കൊടുക്കുക. ഇടരുത്, കൊടുക്കണം. അത് കുടിക്കുമ്പോഴേ ഇടാൻ പാടില്ല. ഈ സൂവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമാണത്. ശരിക്കൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫാന് ഡെക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പർ സൈഡിലായിട്ട് ഒരു സെൻറ്ററിലായിട്ട് ചെറിയൊരു പാലമുണ്ട്, 2 പാലമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മുടെ തത്ത, വൈറ്റ് പാരറ്റ്, ഗ്രേ പാരറ്റ്, മക്കാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം. Come, let's go. ചിമ്പേട്ടാ അത് നോക്കണം. ഫോട്ടോ ഉണ്ടല്ലേ? സോറി, ബ്യൂട്ടി ഫോട്ടോ കൂടി. അത് കഴിക്കാൻ പറ്റില്ല മോളെ. അത് നോക്കി മറത്ത് നോക്കി വേണ്ട. ഇല്ല പൊന്നു, കടിക്കില്ല. കടിക്കില്ലടാ അത്. എന്തേ ഇതൊന്നുമില്ല. തീർ കയ്യിൽ നോക്കൂ. കൈമിരിക്കുമല്ലോ അല്ലേ?
മക്കാവിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കിച്ചുവിനെ പേടിപ്പിച്ചു. അതെന്ന് വെച്ചാൽ ഭയങ്കര കേന്ന് പറഞ്ഞിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് അവന് ഭയങ്കര പേടിയായതുകൊണ്ട് അവനത് അടുത്തേക്ക് തന്നെ വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു കരച്ചിലൊക്കെ മാറ്റാൻ അച്ഛനും മോനും കൂടി കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല എന്താ പറയുക, പുൽവിരിച്ച മൈതാനമാണല്ലോ, നല്ല രസമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിച്ചു അതിൻ്റെ ആ ഒരു എന്താ പറയുക കരച്ചിലും കാര്യങ്ങളൊക്കെ മാറി എൻജോയ് ചെയ്തു. കിച്ചു എൻ്റെ ഒപ്പം തന്നെ എൻജോയ് ചെയ്ത ഒരാളാണ് ശ്രീകുട്ടി കേട്ടോ. അവളെ കുറിച്ച് ഞാൻ എടുത്തെടുത്ത് പറയണില്ല എന്നുള്ളൂ. അവളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ കൂടെ അവളും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയാണെങ്കിലും അവർ ഭയങ്കര കംഫർട്ടാണ്. കിച്ചുവിന് ഏറ്റവും കംഫർട്ടുള്ള ആളുകളാണ് അവർ മൂന്നാളും. അച്ചു, ശ്രീകുട്ടി, എൻ്റെ അമ്മ, എൻ്റെ 3 കസിൻസ്, അതായത് എൻ്റെ സിസ്റ്ററും 2 കസിൻസും. അവർ അടുത്ത് അവന് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അവിടെ ഒട്ടകപ്പക്ഷി, പിന്നെ ഹോഴ്സ് ഉണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിങ്ങിന് വേറെ സെക്ഷനാണ്, പക്ഷെ വേറെയും കുറേ ഹോഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പ്യുവർ വൈറ്റ് ഹോഴ്സിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഹോഴ്സ് റൈഡിന് വേണ്ടി വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല. കാരണം 3 വയസ്സിന് മേലുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ കിച്ചുവിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളത് റിസ്ക് എടുത്തില്ല. നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. കിച്ചുവിനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായില്ല. വീഡിയോയാണ് തൊട്ടോ ആള് വാഷ്റൂമിൽ പാവ നോക്ക്. ചെയ്യലാണ് കളിക്കില്ലേ, പാവല്ല, ഇവിടുന്ന് കളിക്കില്ല. തൊടാൻ തന്നാൽ മാളത്തിനുള്ളിൽ വേറെ കേഴാൻ പറ്റില്ല. കഴുകൻ മാറി 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 മാറി. ആമല്ല കഴുകൻ കഴിഞ്ഞു. വേണോ വേണോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം
കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു വലിയൊരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 7 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഹോഴ്സ് റൈഡ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഹോഴ്സ് റൈഡ് ചെയ്യുന്ന ഭാഗം നല്ലൊരു ആംബിയൻസ് ആണ്. കുട്ടികൾ കളിക്കാനായിട്ടാണെങ്കിൽ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അത്യാവശ്യം നല്ല മൃഗങ്ങളുണ്ട്. നിങ്ങൾ UAE-യിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.